കേരളത്തിന്റെ മുഖ്യമന്ത്രി പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ സമരം നടത്തിയപ്പോൾ ആ സമരപ്പന്തലിലേക്ക് കയറി ചെന്നവരാണ് ഞങ്ങൾ. കേരള നിയമസഭ പ്രമേയം പാസാക്കിയപ്പോൾ ആ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ് ഞങ്ങൾ. ദൗർഭാഗ്യവശാൽ ആ സമരം മുന്നോട്ട് പോയി ഒരു ഘട്ടം വന്നപ്പോൾ ഈ കേരളത്തിലൊരു പച്ചക്കള്ളം എന്താണ് CAA വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു മുസ്ലിം ലീഗ് എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന പ്രചരണം കൊണ്ടുവന്നു, കോൺഗ്രസ് എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന പ്രചരണം കൊണ്ടുവന്നു. അത് ആദ്യം സൈബർ സഖാക്കൾ പറഞ്ഞു, പിന്നീട് ചാനൽ ചർച്ചയിൽ CPM പ്രതിനിധികൾ ഏറ്റെടുത്തു. ഒരു ഘട്ടത്തിൽ വൈകിട്ട് 6 മണിക്കത്തെ പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആ പച്ചക്കള്ളം ആവർത്തിച്ചു. ആരാണ് നിഷാദ് ചാമ്പ്യനാവാൻ ശ്രമിച്ചത്? ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ കൂടെ നിന്നിട്ടില്ലേ? CPM-നോട് പോലും ഞങ്ങളുടെ കൈമുട്ടുകളും കൊടികളും ചേർത്ത് വെച്ച് പൗരത്വ നിയമത്തിനെതിരായ സമരത്തിന്റെ കൂടെ നിന്നത് ഈ വിഷയത്തെ അതിന്റെ എല്ലാ സ്പിരിറ്റിലും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രക്ഷകവേഷം കെട്ടാൻ CPM കളിച്ച നാടകമാണ് ദൗർഭാഗ്യവശാൽ ഇത്തരം ചർച്ചകളിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ കേസ് ലീഡ് കേസാണ്. രമേശ് ചെന്നിത്തല അത് കക്ഷിയാണ് തുടങ്ങിയ പകൽ പോലെ എനിക്കും നിഷാദിനും പറയുന്ന ആളുകൾക്കും അറിയാവുന്ന സത്യം മറച്ചു വെച്ചിട്ടൊരു ഡയലോഗ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഈ സമരത്തിൽ വഹിച്ച പങ്ക് ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ ഒരു ഘട്ടത്തിലും ഇതിന്റെ ചാമ്പ്യന്മാരാവുക എന്ന ദുരുദ്ദേശം ഞങ്ങൾക്കില്ല. കേരളത്തിൽ ഇപ്പോൾ പൗരത്വ സമരം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പൗരത്വ നിയമ ഭേദഗതി ഒരു പ്രധാന